അൽ അമീനിലേക്കാണ് പോകുന്നത്. മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ റഡാർ പരിശോധന ഇന്നും തുടരുന്നു. സൈന്യത്തിൻ്റെ റെക്കോ റഡാറാണ് പരിശോധനയ്ക്കായി എത്തിക്കുന്നത്. അതേസമയം റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്ന് വയനാട്ടിൽ എത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടത്തു നിന്നും ആണ് അല്ലമീൻ വിവരങ്ങൾ നൽകുക. അല്ലമീൻ, കഴിഞ്ഞ ദിവസവും റഡാർ പരിശോധനയുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് എത്തുന്നത് റെക്കോ റഡാറാണ്. എന്താണ് റെക്കോ റഡാറിൻ്റെ പ്രത്യേകത? മാത്രമല്ല, മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്ന് വയനാട്ടിലെത്തുന്നു. നേരത്തെ കർണാടകയിൽ അർജുനായുള്ള തിരച്ചിൽ ദൗത്യത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ ഇന്ദ്രബാലൻ വയനാട്ടിലെത്തുന്നു എന്നുള്ളത് പ്രധാനമാണ്. എന്താണ് നമുക്ക് പുഞ്ചിരിമട്ടത്ത് നൽകാവുന്ന വിവരങ്ങൾ അല്ലമീൻ? സ്മൃതി, പരിശോധന 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായി, കുറച്ചുകൂടി ആക്യുറേറ്റ് ഡാറ്റ വിവരങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ പരിശോധന മാറ്റുകയാണ്. ഇന്നലെ 6 മേഖലകളായി തിരിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയത്. ഇന്നിപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രകാരം സൈന്യത്തിൽ നിന്നുള്ള അത്യന്താധുനിക സംവിധാനങ്ങളുള്ള 5 റഡാറുകൾ വയനാട് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഒന്ന് സാവർ റഡാറാണ്, മറ്റൊന്ന് റെക്കോ റഡാറാണ്. ഒരു സാവർ റഡാറും 4 റെക്കോ റഡാറുകളുമാണ് കേരളത്തിന്റെ ആവശ്യപ്രകാരം സൈന്യം എത്തിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഈ മണ്ണിനടിയിൽ പുതഞ്ഞിട്ടുള്ള മനുഷ്യ ശരീരങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുക തന്നെയാണ്. പക്ഷേ അത് ഈ മലനിരകളിലടക്കം സൈന്യം ഉപയോഗിക്കുന്ന റഡാറുകളാണ്. അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. മലനിരകളിൽ ഉപയോഗിക്കുന്ന റഡാറുകൾ ഇവിടെ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത്, നമുക്കറിയാം, വലിയ പാറക്കെട്ടുകൾ, കൂറ്റൻ പാറകൾ ഇടിഞ്ഞു വന്നാണ് ഈ മണ്ണിടിച്ചിലുണ്ടായതും മണ്ണിനടിയിൽ ആ പാറക്കെട്ടുകളും ഉണ്ട്. സ്വാഭാവികമായും അതിനടിയിലൊക്കെ അടിഞ്ഞിട്ടുള്ള ശരീര സാന്നിധ്യം കണ്ടെത്തണമെങ്കിൽ ആ അർത്ഥത്തിലുള്ള സംവിധാനങ്ങൾ അനിവാര്യമാണ്. പക്ഷേ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അത് എത്രത്തോളം ഫലപ്രദമാകും? കാരണം ഇന്നലെ ഒരു റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. അതിലൊരു ജീവന്റെ സിഗ്നൽ ലഭിക്കുന്നു. പക്ഷെ പിന്നീട് അത് മനുഷ്യജീവന്റെ സാന്നിധ്യമല്ല എന്ന് തെളിയുന്നു. അങ്ങനെ ഉള്ള ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കിടെയുള്ള നിരാശ വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. പക്ഷേ ഇന്നലെ വന്ന റഡാർ സംവിധാനം അതൊരു സ്വകാര്യ ഏജൻസിയുടേതാണ്. അതിനേക്കാൾ കുറെ കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള, കുറെ കൂടി കാര്യക്ഷമതയുള്ള റഡാർ സംവിധാനമാണെന്ന് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ റഡാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും ഇന്ന് വയനാടേക്ക് എത്തും. അതിൽ ഐഡോപ് സംവിധാനം ഉപയോഗിച്ചുള്ള, നമ്മൾ കർണാടകയിൽ ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള പരിശോധനയിൽ തിരച്ചിലിൽ കണ്ടതുപോലുള്ള സംവിധാനങ്ങൾ ഇവിടെയും ഉപയോഗിക്കും. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഏതാണ്ട് 200-ലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ന് രാവിലെ കളക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 218 പേര് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് 200-ലേറെ ആളുകളെ എപ്പോഴും കണ്ടെത്താനുണ്ട്. അവർ ഇനി ഏതായാലും ജീവനോടെ വരുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. അവരെല്ലാം ഈ ദുരന്തത്തിന്റെ ഇരകളായി ദുരന്തഭൂമിയിൽ എവിടെയോ മണ്ണടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അവർ ഏതൊക്കെ ഇടങ്ങളുണ്ട്? ഈ കാണാതായ മുഴുവൻ പേരെയും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുക എന്തായാലും സാധ്യമല്ല. പക്ഷേ എവിടെയൊക്കെയാണ് അത്തരത്തിൽ മനുഷ്യ സാന്നിധ്യമുള്ളത് അവിടെ കേന്ദ്രീകരിക്കുക, അവിടെ പരിശോധിക്കുക. അത് മണ്ണ് മാറ്റി, ഈ പാറക്കൂനകൾ മാറ്റി, വടവൃക്ഷങ്ങൾ മാറ്റി അതിനുള്ളിൽ നിന്ന് ആ മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ പുറത്തെടുക്കാനാകുമെങ്കിൽ അത് പുറത്തെടുക്കുക. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ആളുകളെ പുറത്തെടുക്കുക എന്നുള്ള ദൗത്യത്തിലേക്കുള്ളൊരു വഴിവിട്ട് തെളിക്കലിന് വേണ്ടിയാണ് ഇന്ന് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഇനിയുള്ള പരിശോധന എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് ഇന്ന് നടക്കുന്ന റഡാർ പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് പലയിടങ്ങളിലും, ഇപ്പോൾ ഞാൻ പുഞ്ചിരിമട്ടത്തും JCBയും ഹിറ്റാച്ചിയും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ആ തരത്തിലൊരു പരിശോധന നടക്കുന്നത്. ഈ ദുരന്തം ആദ്യം കടന്നുപോയ മേഖലയാണ്. നിരവധി പാറക്കൂനകളുണ്ട്, നിരവധി പാറക്കല്ലുകൾ അടിഞ്ഞു കിടക്കുന്നുണ്ട്, നിരവധി വീടുകളുള്ള സ്ഥലങ്ങളാണ്. നിരവധി ആളുകൾ ഇവിടെ നിന്നും കാണാനില്ലാതായിട്ടുണ്ട്. പല ബോഡികളും ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഹിറ്റാച്ചിയും JCBയും ഒക്കെ എത്തി, സൈന്യമൊക്കെ എത്തി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പലയിടങ്ങളിൽ മുണ്ടക്കയിലൊക്കെ കണ്ടതാണ്. കാടിളക്കിയുള്ള, മണ്ണിളക്കിയുള്ള, ഇളക്കി മറിച്ചുള്ളൊരു പരിശോധന നടത്തി. പക്ഷേ അധികം മൃതദേഹങ്ങളൊന്നും പലയിടങ്ങളിൽ നിന്നും, പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും ലഭിച്ചില്ല, വീടുകളിൽ നിന്നും ലഭിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ ആദ്യത്തെ 2-3 ദിവസം, 3-4 ദിവസം മനുഷ്യ സഹജമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മനുഷ്യാധ്വാനം കൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നതും. അതിൻ്റെ പരിധി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ മനുഷ്യസാധ്യമായ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇന്നലെ യന്ത്ര സംവിധാനങ്ങൾ JCBയും ചെറു ഹിറ്റാച്ചികളും ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പരിശോധനാ സംവിധാനത്തിലേക്ക് കടന്നത്. അത് ഇന്നലെ ഏതാണ്ട് പല ഭാഗങ്ങളിലും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും കൂടിയാകുമ്പോൾ അത് ഏതാണ്ട് പൂർത്തിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതായത് ഈ JCBകൾക്കും ഹിറ്റാച്ചികൾക്കും നിന്ന് പരിശോധന നടത്താൻ പറ്റുന്ന പ്രദേശങ്ങളിലുള്ള പരിശോധന ഒരുപക്ഷെ ഇന്നുകൊണ്ട് പൂർത്തിയാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് നടക്കുന്ന റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന. ആ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ എവിടെയൊക്കെയാണോ സിഗ്നൽ സ്പോട്ട് ചെയ്യുന്നത്, എവിടെയൊക്കെയാണോ മനുഷ്യ സാന്നിധ്യം കാണുന്നത്, മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം, മൃതദേഹത്തിന്റെ സാന്നിധ്യം കാണുന്നത്, ആ പ്രദേശങ്ങളിലായിരിക്കും ഇനി പരിശോധന കേന്ദ്രീകരിക്കുക. അവിടെ പരിശോധിച്ച് സാധ്യമാകുമെങ്കിൽ ആ മൃതദേഹങ്ങൾ പുറത്തെടുക്കുക. അങ്ങനെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആഴത്തിലുള്ളവയാണോ, ഇനി അതെല്ലാം മാറ്റാൻ പറ്റുന്ന പാറക്കൂനകളാണോ ഇതിന് മുകളിലുള്ളത് എന്നതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കും അതിൽ
ഇതിലൊരു തീരുമാനമെടുക്കുക. ഏതായാലും ഈ റഡാർ പരിശോധനയ്ക്ക് ഇന്ദ്രപാലന്റെ ഉൾപ്പെടെ മറ്റ് സൈനികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന റഡാർ പരിശോധനയിൽ ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് വൈകുന്നേരം ജില്ലാ ഭരണകൂടത്തിന്റെ അവലോകന യോഗം ചർച്ച ചെയ്ത് മേജർ ജനറൽ ഇന്ദ്രപാലൻ എപ്പോഴെത്തുമെന്നാണ് അറിയാനാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം, അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമുള്ള ഒരു തിരച്ചിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അദ്ദേഹം എപ്പോഴാണ് എത്തുക? ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം വയനാട് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനുശേഷം ഈ ദുരന്തബാധിത മേഖലകളിൽ ഈ പറഞ്ഞ പുഞ്ചിനമറ്റത്തും മുണ്ടക്കയിലും ചൂരൽമലയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ഐബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. അതിന് നേതൃത്വം നൽകുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ ആവശ്യം കൂടി സർക്കാരിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഒരു പരിശോധനകൾക്കായി അദ്ദേഹം എത്തുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സൈന്യത്തിൽ നിന്ന് 5 അത്യാധുനിക സംവിധാനമുള്ള റഡാറുകൾ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിനോടകം അത് എത്തിച്ചിട്ടുണ്ട്. നോർത്തേൺ കമാൻഡിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും തിരങ്കൻ മലനിരകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സൈന്യം ഉപയോഗിച്ചിട്ടുള്ള റഡാറുകളാണ് ഇവിടേക്ക് ഇതിനോടകം എത്തിച്ചിട്ടുള്ളത്. ആ പരിശോധന എപ്പോൾ തുടങ്ങുമെന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ വൈകാതെ തന്നെ ആ പരിശോധന ആരംഭിക്കും. കാരണം ഇന്നും തെളിഞ്ഞ കാലാവസ്ഥയാണ്, അനുകൂല അന്തരീക്ഷമാണ്. ഇന്നലെ 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അല്ലമീൻ, ഇപ്പോൾ വിവിധ തരം റഡാർ സംവിധാനങ്ങൾ, റെക്കോർഡ് റഡാർ, ഡ്രോൺ റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലേക്ക് ഇന്ന് സൈന്യം കടക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ സംഘങ്ങളായി ചേർന്നുകൊണ്ടുള്ള തിരച്ചിലാണ് ഈ 5ാം ദിനത്തിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാ സംഘത്തിനൊപ്പവും ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും രംഗത്തുണ്ട് എന്നൊരു വിവരം കൂടിയുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ചേരുകയാണ്. മുണ്ടക്കൈ, ചുരൽമല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ തിരച്ചിലിനുള്ള ദൗത്യത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഭാഗമാകുന്നു എന്നുള്ളതാണ്. സോണായി തിരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും തിരച്ചിൽ നടക്കുന്നത്.